സ്വന്തത്തെ പോൽ തന്റെ സഹോദരനെയും സ്നേഹിക്കുക. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല. സ്വന്തം കുടുംബത്തിലുള്ളവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി. ഈ പറഞ്ഞതിൽ നിന്നെല്ലാം ഒരാൾ തന്നോടും തന്റെ ചുറ്റുമുള്ളവരോടും നല്ല രീതിയിൽ വർത്തിക്കുന്നതിന്റെ പ്രാധാന്യമാണ് വ്യക്തമാകുന്നത്. ഏതൊരാൾക്കും ചുറ്റുമുള്ളവരോട് അവരുടെ ഉള്ളുകൊണ്ട് നന്നായി പെരുമാറാൻ കഴിയണമെങ്കിൽ ആദ്യം അയാൾ അയാളോട് തന്നെ നല്ല രീതിയിൽ പെരുമാറേണ്ടതുണ്ട്. അതായത് ഒരാൾക്ക് സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്ന രീതിയിൽ വേണം അയാളുടെ സമയം അയാൾ ചിലവഴിക്കേണ്ടത്. ഒരാൾ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്നതും ഈ സന്തോഷവും സംതൃപ്തിയും തന്നെയാണ്. ശരിക്കും ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും നാം എപ്പോഴാണ് ശരിക്കും സന്തോഷിക്കുന്നത് എന്ന്. നമുക്ക് സ്നേഹം, പരിഗണന ഇവ ലഭിക്കുമ്പോഴാണ്, അല്ലേ? അതെ, ഓരോ മനുഷ്യനും ഇന്ന് ദാഹിക്കുന്നതും തേടുന്നതും സ്നേഹത്തെയും പരിഗണനയും തന്നെയാണ്. ഇത് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാൻ കാത്തു നിൽക്കാതെ നാം തന്നെ നമുക്ക് കൊടുക്കാൻ തയ്യാറായാൽ നാം സന്തോഷം അനുഭവിക്കാൻ തുടങ്ങും. നാം സന്തോഷത്തിലായിരിക്കുമ്പോൾ സ്വാഭാവികമായും അത് ചുറ്റുമുള്ളവർക്കും പകർന്നു നൽകാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഒരാളുടെയെങ്കിലും പുഞ്ചിരിക്ക് കാരണമാകാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നാം വിജയിച്ചു. ആ വിജയത്തിന്റെ അനുഭവം ആനന്ദമായിരിക്കും, ബ്ലിസ്. സെർവിങ്ങിന്റെ ഏറ്റവും അടിസ്ഥാനം നല്ല പെരുമാറ്റമാണ്. നാം ഓരോരുത്തരും നന്നായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. എന്നാൽ നാം ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നതും ഈ പെരുമാറ്റം നന്നാക്കാനായിരിക്കും. പലപ്പോഴും നാം പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്ന രീതി ഒന്നും യഥാർത്ഥത്തിൽ നടക്കുന്നത് മറ്റൊന്നുമായിരിക്കും, അല്ലേ? അതെങ്ങനെ സംഭവിക്കുന്നു? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതിന് കാരണം നമ്മുടെ ബോധമനസ്സല്ല നാം എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡായി പ്രോഗ്രാം ചെയ്ത് വെക്കപ്പെട്ട ഒരു രീതിയുണ്ട്. നാം ഓരോ സാഹചര്യത്തിലും എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ ചിന്തിക്കണം, ഇതെല്ലാം നാം ഇതുവരെ ജീവിച്ച് വന്ന അനുഭവങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിയ പാഠങ്ങളായി നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ചിന്തകളാണല്ലോ പ്രവൃത്തികളായി സംഭവിക്കുന്നത്. അപ്പോൾ മാറ്റം വരുത്തേണ്ടതും ചിന്തകളിലാണ്. ഒരാൾ സ്വയം മാറാൻ തയ്യാറാകാത്തിടത്തോളം കാലം സൃഷ്ടാവ് അവനെ മാറ്റുകയില്ല. അതായത് നമ്മിൽ മാറ്റം വരുത്താനുള്ള ഒരു സാധ്യതയും അതിനുള്ള കഴിവും റബ്ബ് നമുക്ക് തന്നെ തന്നിരിക്കുന്നു എന്നല്ലേ? എത്ര എളുപ്പമാണല്ലേ! എത്ര സ്വാതന്ത്ര്യമാണ് നമുക്ക് ഈ ഭൂമിയിൽ റബ്ബ് തന്നിട്ടുള്ളത്. ഈ സ്വാതന്ത്ര്യം എത്ര പേർ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നു, എത്ര പേർ അതിനെ മിസ്യൂസ് ചെയ്യുന്നു? ചിന്തിക്കേണ്ടത് നമ്മളാണ്. റബ്ബ് ഓരോ നിമിഷവും നമ്മളെ പരിപാലിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ പരിപാലനത്തിൽ നിന്നും ഒരു സൃഷ്ടിയും മാറി നിൽക്കുന്നില്ല. ഒരു സൃഷ്ടിയെയും റബ്ബ് പരിഗണിക്കാതിരിക്കുന്നില്ല. നിരന്തരമായ ഈ പരിപാലനത്തിന് നാം നന്ദി ചെയ്യേണ്ടത് അത് നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് നൽകിക്കൊണ്ടാണ്. ചുറ്റുമുള്ളവരെ സ്നേഹിക്കുക, പരിപാലിക്കുക, അവരോട് കരുണ കാണിക്കുക. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാത്തവനോട് ആകാശത്തിന്റെ അധിപൻ കരുണ കാണിക്കുകയില്ല. നന്ദിയില്ലാത്തവരായി നമ്മൾ മാറാതിരിക്കുക.